തിളച്ചവെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചോറ് ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല പിന്നെ ഇതിൽ ഇത്തിരി ജീരകം പിന്നെ 2 ചുള ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഉള്ളിയും ജീരകവും ഇട്ടിട്ടുണ്ട്. ചോറും പിന്നെ അരിപ്പൊടി ഇത്രയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പത്തിൻ്റെ പൊടിയാണേ, വറുത്ത അപ്പത്തിൻ്റെ പൊടി. ഇനി തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ള ഇടാം. തേങ്ങ ഞാനിട്ടു. എല്ലാം കൂടി നന്നായി ഒന്ന് കുഴയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് ചോറ് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് നമ്മൾ കുഴയ്ക്കാം. ബാക്കിയെല്ലാം കൂടി എന്നിട്ട് കുഴയ്ക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് 2ആയിട്ട് മുറിച്ചു. കണ്ടില്ലേ, അതങ്ങനെ മുറിച്ചെടുക്കുക. ഒരു കവറാണിത്. കവർ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് ഇതിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ പരത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെളിച്ചെണ്ണ പരത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ